ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ നിന്നും എന്താണ് നമ്മൾ കാണുന്നത്, അത് അത് ഫാമിലിയിൽ പ്രതിഫലിക്കും, അല്ലേ? നമ്മുടെ ഫാമിലിയിൽ എന്താണോ പ്രതിഫലിക്കുന്നത് അത് സമൂഹത്തിൽ പ്രതിഫലിക്കും. കുട്ടികളുടെ മുമ്പിൽ വഴക്കിടുന്ന പേരൻസ്, അവൻ ദേഷ്യക്കാരനാണ് എന്നൊക്കെ നമ്മൾ മുദ്ര വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, അച്ഛനും അമ്മയും ജോലിക്കാരിയാണ്. അവർ എറണാകുളം സിറ്റിയിൽ താമസിക്കുന്നു. രാവിലെ അവർ പോകും, വൈകിട്ടാണ് വരുന്നത്. ഈ മക്കളെ നോക്കുന്നതാരാ? വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ മക്കളെ നോക്കുന്നതാരാ? അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നു. വൈകിട്ട് വന്നു, ഒരു ഗ്ലാസ് ചായ മരുമകൾ കൊണ്ട് കൊടുത്തു. ശരിക്കും മനസ്സിലാക്കണം, എത്ര വയസ്സ് കഴിഞ്ഞ അപ്പൂപ്പനാ? 70-75 വയസ്സ്. ചായ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പറ, കൈ നിറയ്ക്കും. കുപ്പി ഗ്ലാസ് തലയിൽ വീണ് പൊട്ടി. മിനുക്കിയിട്ടിരിക്കുന്ന ടൈൽസ് ചായക്കറ വീണു. അവളുടെ കണ്ണുകൾ യക്ഷി തുല്യമായി. അപ്പൂപ്പനെ അമ്മായിയപ്പനെ നോക്കുന്ന, അമ്മായിയപ്പനെ അല്ല അവര് നോക്കുന്നേ. എങ്ങോട്ടാ നോക്കുന്നേ? ഭർത്താവിനെ. ഞാൻ അന്നേരെ നിങ്ങളോട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള പുരുഷനെ ഒന്നും ഇവിടെ കൊണ്ടുവരുന്നത്. പറഞ്ഞില്ല, ആ നോട്ടത്തിലതാ വഴുകായി, ഭയങ്കര വഴുകായി. ഒരുത്തൻ അപ്പുറത്തെ മുറിയിൽ എല്ലാം കേട്ടോണ്ടിരിക്കുക. ആന്റിന ഭയങ്കര ഗ്രാസ്പിംഗ് പവറിൽ സ്വാഗതമായി മക്കൾ എന്ന് പറയുന്നത് കേട്ടോണ്ടിരിക്കുക. പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പോഴും മോനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു, തടിയിലിട്ട് ഇങ്ങനെ കൂട്ടുന്ന. ചെന്ന് നോക്കിയപ്പോൾ അവൻ തടി കൊണ്ടൊരു ഗ്ലാസ് നിർമ്മിക്കുക. ഇവിടെ വാടാ, എന്തോ മോൻ ചെയ്യുന്നേ? അച്ഛനും അമ്മയും വയസ്സാവുമ്പോൾ എൻ്റെ അടുക്ക് വരും. 60 വയസ്സാവും, കൈകൾ വിറയ്ക്കും. എൻ്റെ ഭാര്യ ചായ തരും, പൊട്ടും. അന്നേരം ഗ്ലാസ് പൊട്ടരുത്. അന്നത്തേക്ക് വേണ്ടി ഞാനൊരു തടി കൊണ്ടൊരു ബൗള് നിർമ്മിക്കുകയാണ് അമ്മമ്മി. കണ്ട മകൻ തരുന്ന മെസ്സേജ്. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന വികൃതങ്ങൾ, പ്രക്രിയകൾ, പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ ചില ലഗേജിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ? വളരെ ശ്രദ്ധയോടെ. ഹുക്ക് എവിടെ ഒരു അടയാളം കാണില്ലേ? ഹുക്ക് കയറ്റേണ്ട സ്ഥലമൊക്കെ, ശരീരത്തിൽ എവിടെ പിടിക്കണം, വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണം, അഥവാ അടിക്കേണ്ടി വന്നാൽ എവിടെ അടിക്കണം, എങ്ങനെ അടിക്കണം, അതിന്റെ തോത്, വെയിറ്റ് എത്രയാണ്, ഉപദേശത്തിന്റെ പോലും വെയിറ്റ്, സാഹചര്യം, അളവ്, അല്ലേ? മറ്റൊരു പ്രശ്നമാണ് മക്കളെ സ്വാധീനിക്കുന്നത്, ഗ്രാൻഡ് പേരൻസ്. അവർ ഒഴിവാക്കാൻ പറ്റുമോ? നമ്മൾ മാത്രം വിചാരിച്ചാൽ നമ്മുടെ മക്കൾ നന്നാകത്തില്ല. വീട്ടിലെ ഉപ്പുമയും ഉമ്മുമയും കൂടെ തീരുമാനിക്കണം. 8 മണിയാകുമ്പം ഇളയ മോളുടെ കണ്ണും ഉമ്മുമ്മയുടെ കണ്ണും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ്. ഉമ്മ പറയും, എന്തുവാ TV ഒന്നും മോളെ, സീരിയലിന്റെ സമയമായി. 8 മണിയാവുമ്പം ഉമ്മുമ്മ അവിടെ വന്നിരിക്കുന്നു. അവക്കറിയാം ഉമ്മ വന്നിരിക്കുന്നത് TV ഓണാക്കാനാണ്, സീരിയലിനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് മാറ്റം നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. എങ്കിൽ ഭാവിയിൽ നമുക്കത് നല്ല നിലയിൽ അനുഭവിക്കാൻ പറ്റും. തൽക്കാലം ഉപ്പുമായുമായി നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അവരോട് പറയുന്നതിന് നമുക്ക് ലിമിറ്റ് ഉണ്ട്. പക്ഷെ അവരോട് വളരെ സമചിത്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവിടെ അമ്മായിയമ്മ മരുമോൾ പോരിനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ് മക്കളുടെ പ്രശ്നങ്ങൾ. എത്രയോ പ്രശ്നങ്ങളുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് അതിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നല്ല ശീലങ്ങളെ വളർത്താൻ, മറ്റൊന്ന് നല്ലതല്ലാത്ത ശീലങ്ങളെ കുറച്ച് കൊണ്ടുവരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ മൊത്തം മുള്ളാണ്, അല്ലേ? നമ്മൾ എങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്? അവനിൽ വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂവിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ അവനില് ഇപ്പം വീട്ടിൽ റെസ്റ്റ്ലെസ് ആണ്, ഹൈപ്പർ ആക്ടിവിറ്റി ആണ് എന്ന് പറഞ്ഞ് കുഞ്ഞും നമ്മളും തമ്മിലൊരു മാനസികമായ വിടവ് അവിടെ സൃഷ്ടിക്കുന്നതിൽ നല്ലത് അവന്റെ കോമാളിത്തരങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു നന്മ അവൻ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്യണം. ഒരു കുട്ടി നന്നാകണമെന്ന് ആഗ്രഹിച്ചാൽ, മനസ്സിലാകുന്നുണ്ടോ? നല്ല ഒരു ബോസും നല്ല ഒരു തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം എന്താ? ബോസിന്റെ തെറ്റുകൾ മാത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തൊഴിലാളിയും ബോസും തമ്മിൽ ഒരു നല്ല റാപ്പോ സൃഷ്ടിക്കപ്പെടുവോ? ഇല്ല. ഭാര്യ ഭർത്താവിന്റെ ജീവൻ നമ്മൾ എടുക്കുക, ഭാര്യയുടെ എല്ലാ കുറവുകളും ഈ ഭാര്യ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ കുറവുകൾ ഇയാൾ ചുഴിഞ്ഞന്വേഷിച്ച് നടക്കുന്നത്.
യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയമാവോ? ഇല്ല. ആ പ്രശ്നത്തില് അവളിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എടുത്തു പറഞ്ഞാൽ, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എന്നിലെ നന്മ വീക്ഷിക്കാനുള്ള സാഹചര്യം അയാൾക്ക് തോന്നുന്നുണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മുടെ മക്കളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. ശരിക്കും മനസ്സിലാക്കണം. മറ്റൊന്ന്, തെറ്റായ ശീലങ്ങളെ കുറച്ചു കൊണ്ടുവരിക. ഇല്ലാതാക്കലാണോ? ഇല്ലാതാക്കലാണോ? പറ്റത്തില്ല. ഇല്ലാതാക്കണമെങ്കിൽ അവനെ കുപ്പിയിലിട്ട് വളർത്തണം, പുറത്തോട്ട് വിടരുത്. അത് പറഞ്ഞത് തെറ്റാ. കാരണം ഇറങ്ങും, അവൻ സോഷ്യൽ ബീങ് ആണ്, സൊസൈറ്റി അവനെ പല രീതിയിൽ ആക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല ശീലങ്ങളെ വളർത്തുവാനും തെറ്റായ ശീലങ്ങളുടെ അളവ് കുറയ്ക്കാനും, ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ലക്ഷണം. മറ്റൊന്ന്, ഈ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക്, വെരി ഗുഡ് മനെ, നീ മിടുക്കനാണല്ലോ. ഉദാഹരണം, മുറി വൃത്തിയാക്കുന്ന ഒരു സ്വഭാവം. അലങ്കോലപ്പെട്ടിരിക്കുന്ന ഒരു വീട്ടിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മക്കളോട് എങ്ങനെ പെരുമാറും? ജോലിയൊക്കെ ഉള്ള പേരൻസ് ആണെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ പകല് പിള്ളേരും ഭർത്താവും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് 11 മണിയാകുമ്പോൾ ഈ സ്ത്രീക്ക് അനുഭവപ്പെടുന്ന മാനസിക പ്രശ്നങ്ങൾ, അയാളുടെ മുറിയിലോട്ട് നോക്കുമ്പോൾ അയാളുടെ പാൻറ്റും ഡ്രസ്സും ഒക്കെ അനാവശ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു, അല്ലേ? സിഗരറ്റ് വലിച്ചതിന്റെ അവിടെ കിടക്കുന്ന സ്മെല്ല്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ, മദ്യപിക്കുന്നതാണെങ്കിൽ സുരക്ഷിതമായി മദ്യപിച്ചിട്ട് മക്കൾ കാണാതെ അല്ലെങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരു ഇടം കണ്ടെത്താത്ത രീതിയിൽ വളരെ അലസമായി വലിച്ചെറിയുന്ന, അങ്ങനെ പല സാഹചര്യങ്ങളുള്ള വീടുകളും ഉണ്ട്. കുട്ടികളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വളരെ അലസമായിട്ടിരിക്കുന്നു. എങ്ങനെയാ ഈ വിഷയത്തെ നമ്മൾ മാനേജ് ചെയ്യുക? 2 രീതിയിൽ മാനേജ് ചെയ്യുക. ഒന്ന്, നീ നിന്റെ വാപ്പ കാണിക്കുന്ന പോലെയാണ് കാണിക്കത്തുള്ള. അയാളുടെ ബെഡ്റൂം നോക്ക്, അയാളുടെ മുറി നോക്ക്, അതേപോലെയല്ലേ നീ വളർന്നു വരുന്നത്. നീ ഒന്നും ശരിയാകാൻ പോകുന്നില്ല. നിന്നെ ജനിപ്പിച്ച എന്നെ കൂട്ടുനിന്ന എന്നെ വേണം വഴക്ക് പറയാൻ. ഈ ഫീഡ്ബാക്ക് ഈ കുഞ്ഞ് കേട്ടാൽ അവന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാം എന്താ? ഞാൻ ഒരിക്കലും നന്നാകില്ല. എന്ന് ശരിക്കും മനസ്സിലാക്കുന്നത് മനഃശാസ്ത്രമായി പറയുന്നത്. ഇനി വേറെ രീതിയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാം. മോൻ വരുന്നു, ഒരു സാറ്റർഡേ ആണ് അല്ലെങ്കിൽ ഒരു സൺഡേ ആണ്, ഒഴിവ് ദിവസമാണ്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എത്ര മിടുക്കനാടാ, നീ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ നല്ല സ്വഭാവമാണല്ലോ, ഇങ്ങനെ അല്ലല്ലോ നിന്റെ റൂം കിടക്കേണ്ടത്, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ അല്ലല്ലോ ഈ റൂമിൽ ബുക്കുകൾ ഇരിക്കേണ്ടത്. മോർണിംഗ് വന്നേ, ഈ ബുക്ക് എങ്ങനെയാ വെക്കണ്ടേ? നിനക്ക് അറിയാമല്ലോ ബുക്ക് എങ്ങനെ വെക്കണമെന്ന്. ബുക്കൊന്ന് നേരെ വെക്കുമോനെ. ഇനി ഡസ്റ്റ്ബിന്, ഈ വേസ്റ്റ് എല്ലാം കിടക്കുന്നത് മോനെ, ഈ ഡസ്റ്റ്ബിന്നിന്റെ ഉപയോഗം എന്തുവാ? വേസ്റ്റ് എടുത്തിടാനുള്ളതല്ലേ. മോന്റെ കയ്യിൽ ഒരു വേസ്റ്റ് വന്നാൽ മോൻ എന്ത് ചെയ്യണം? ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുക. ശരി, ഞാൻ ചെയ്യാം, നമുക്ക് രണ്ടുപേരും ചെയ്യാം. ഡേ അനിയത്തി, അയാളുടെ മൊബൈലും തൊട്ടിക്കൊണ്ട് കിടക്കായിരിക്കും. നിങ്ങളീ വന്നേ, നമുക്ക് എല്ലാവരും കൂടെ ബെഡ്റൂം വൃത്തിയാക്കാം, റൂം വൃത്തിയാക്കാം, ഭംഗിയാക്കാം. വീണ്ടും അടുത്ത ഞായറാഴ്ച, നെക്സ്റ്റ് സൺഡേ നമ്മൾ ഈ ജോലി ചെയ്യുന്നു, ഒരു കരാറോടുകൂടി പിരിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുക്കും ചിട്ടയും പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ ഒരു കൗൺസിലിംഗ് സെന്ററിലും വിടേണ്ട കാര്യമില്ല, ഒരു പ്രിൻസിപ്പലിന്റെ മുമ്പിലും പരാതിയായിട്ട് വരേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നില്ല? സോഫയിൽ കയറി നിന്ന് ബഹളം വയ്ക്കുന്ന കുഞ്ഞിനോട് ഇറങ്ങടാ താഴെ നല്ല പറയണ്ട. എങ്ങനെയാ ബഹുഭൂരിപക്ഷം പേരൻസും പറയുന്നത്? അഹങ്കാരി, ഇറങ്ങടാ താഴെ, നോ പറയുക. യഥാർത്ഥത്തിൽ നോ പറയണം, നോ പറയാൻ പ്രാപ്തനാക്കണം എന്നൊക്കെ നമ്മൾ മനഃശാസ്ത്രത്തിലും കൗൺസിലിംഗ് ക്ലാസ്സിലും കേൾക്കുന്നില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ യെസ് എന്താന്ന് പഠിപ്പിച്ചിട്ട് വേണം നോ പറയേണ്ടത്. അവനോട് പറയേണ്ടത്, ചെയർ എന്ന് പറയുന്നത് എന്തിനാണ്? ആ കുഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. മോൻ അവിടെ കയറി നിന്നാൽ ഇത് ഇരിക്കാനുള്ളതാണ്. കണ്ടോ? ഒരു ഫാക്ട് അവനെ ബോധ്യപ്പെടുത്തുക, ഇത് ഇരിക്കാനുള്ളതാണ്, ഇത് നമ്മുടെ വീടിന്റെ മാന്യത, നമ്മുടെ കുടുംബത്തിന്റെ മാന്യത സംരക്ഷിക്കാനുള്ള ഒരു ഇടമാണ്. ആ സമയത്ത് നോക്കിക്കാണും ചുരിദാറിന്റെ ഷാള് കുഷിന്റെ മേളിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ജോലിയും കഴിഞ്ഞ് വന്ന് ബാഗ് ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് നോക്കി ഉറപ്പാക്കിയിട്ട് മോനെ പഠിപ്പിക്കാൻ പോകാവുള്ളൂ. വളരെ സൂക്ഷ്മമായി കാര്യം ചെയ്യുക. മറ്റൊന്ന്, ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ കാരണം, ദുശ്ശീലങ്ങളെ കുറിച്ച് ഒരുപാട് പരാതി പറയുന്നുണ്ട്. ഒരു ഗുരുവിനെടുക്കെ ഒരു സ്ത്രീ കുഞ്ഞിനെ കൊണ്ടിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഭയങ്കര തെറ്റുകാരനാണ് എന്ന് പറഞ്ഞു, ഭയങ്കര ദുശ്ശീലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു തൊട്ടടുത്തുള്ള ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു, മോനെ ആ മരം നീ പറിച്ചോണ്ട് വന്നു, ഇത് ചെടി,
പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ മോൻ എന്ത് ചെയ്തു? വളരെ ലാഘവത്തോടെ മരുവിന് പറിച്ചുകൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ആ നിൽക്കുന്ന കുറച്ചുകൂടെ വലിയൊരു മരം അത് പറിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു. അവൻ ഇച്ചിരി പാടുപെട്ട് അത് പറിച്ചുകൊണ്ട് വന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇത്തിരി തടിയൊക്കെ ഇച്ചിരി ഗ്രോത്തിങ് ഒക്കെ വന്ന ഒരു ചെടി പറഞ്ഞു, മോൻ അതിന് പറിച്ചുകൊണ്ട് വന്നു. അതും പറിച്ചുകൊണ്ട് വന്നു. വലിയൊരു മരം കാണിച്ചത് മോനെ ഞാൻ അതിന് പറിച്ചുകൊണ്ട് വന്നു. പറ്റുമോ? ശീലങ്ങളിൽ അത് ക്രമേണ കുറച്ചു കൊണ്ടുവരണം. ഈ മുടി ഇങ്ങനെ വലിച്ചിരിക്കുന്ന പെൺകുട്ടികളില്ല, അറിയാതെ വെറുതെ ഇരിക്കുമ്പോൾ മുടി വലിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിലാണ് അവർ ചെയ്യുന്നത്, ബോധ മനസ്സിലല്ല. ആ സമയത്ത് ഒരു വേറെ ലോകത്തായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ട്. അപ്പൊ അത് നമ്മൾ തൊട്ടുണർത്തണം. നമ്മൾ തൊട്ടുണർത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധത്തിലേക്ക് അവളെ കൊണ്ടുവരാനുള്ള ശ്രമം ബോധം കൊണ്ട് നടിക്കുന്ന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതാണ് ഏറ്റവും ബേസായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശ്രദ്ധ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ടല്ലോ, ശ്രദ്ധയെ പറ്റി വളരെ ശ്രദ്ധിക്കേണ്ട 3 തരം അറ്റൻഷൻ ഉണ്ട്. 1 പോസിറ്റീവ് അറ്റൻഷൻ, 2 നെഗറ്റീവ് അറ്റൻഷൻ, 3 നോ അറ്റൻഷൻ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നു മുതൽ നമ്മുടെ മക്കളോടുള്ള ഒരു സമീപനം എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ 1.5 മണിക്കൂറത്തെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഞാൻ വന്നത്. 1 പോസിറ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കാര്യം ചെയ്താൽ ശ്രദ്ധിക്കുക, ഇല്ലേ? അത് അംഗീകരിക്കുക, അതിൽ അവനെ അനുമോദിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അവസരം വന്നാൽ അത് എടുത്തു പറയുക. മനസ്സിലാവുന്നുണ്ടോ? അവനോ അവളോ അറിയാതെ ഒരു നല്ല കാര്യം ചെയ്തതിന് അവന്റെ ടിഫിൻ ബോക്സിൽ ഒരു സമ്മാനം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഒരു സർപ്രൈസ് ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുക. പരീക്ഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വീട്ടിലുള്ള ചെരുപ്പെല്ലാം അടുക്കി വെച്ചു ഒരു മോൾ, അപ്രതീക്ഷിതമായി അവർക്ക് ക്ലാസ് റൂമിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടിയ ഒരു അറിവാ അടുക്കി വെച്ചിട്ട് ഉമ്മ പാപ്പ വരുന്നു. നോക്കിയപ്പോൾ എന്താ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം കാണും. അഭിനന്ദിക്കണം, വെരി ഗുഡ്. അന്നത്തെ മീറ്റിംഗ് ഈ കസേരയാണോ ഇന്ന് വീടുകളിൽ? സിംഗിൾ ചെയർ ആണോ? പകരം എന്താ അവിടെ ആര് കൈയടക്കി? സോഫ സെറ്റി, അല്ലേ? മിനിമം 2 അല്ലെങ്കിൽ 3 ചെയർസിന്റെ സെറ്റ് ചെയ്തില്ലേ? ഇത് ആരുടെ തലമണ്ടയിൽ ഉദിച്ചതായത് ഈ ആശയം? ഏതോ ദീർഘവീക്ഷണമുള്ള ബുദ്ധിജീവികളുടെ മനസ്സിൽ ഉദിച്ചതാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതല്ലേ കുടുംബം. ജോലി കഴിഞ്ഞു ഉമ്മ വരുന്നു, വാപ്പ സോഫയിൽ ഇരിക്കുന്നു. 2 പേരിരിക്കുന്ന സോഫയാ. അത് അയാൾ റിമോട്ടും കൊണ്ട് TV കാണുകയോ മൊബൈൽ എന്തെങ്കിലും ചെയ്യുകയായിരിക്കാം. ഉമ്മ വന്നിരിക്കുന്നു, 2 പേരിരുന്നപ്പോൾ അവിടെ സീറ്റ് ബില്ലായി. 3 മക്കളുണ്ട്. ചെറുത് വന്നെന്ത് ചെയ്യും? ഇടയ്ക്ക് കയറും. മനസ്സിലാവുന്നുണ്ടോ? നടുക്കലത്ത് വന്ന് ആൺകുട്ടിയാണെങ്കിൽ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കും. അപ്പൊ ഉമ്മയുടെ കാല് സ്വാഭാവികമായിട്ടും പൊക്കി ഇക്കാടെ കാലിന്റെ മേളിലോട്ട് വരും. ഞാൻ ഈ ഫാക്റ്റാണ് ഇത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു മാനസിക ബന്ധമാണ്. അവര് 2 പേരും ബോധപൂർവം ചെയ്യുന്നതല്ല. ഇപ്പുറത്ത് മോള് വന്നു, അവളെ ഇരുത്താൻ വേണ്ടി അയാള് കൈ നേരെ ഇടുന്നതിന് പകരം കൈയെടുത്ത് ഭാര്യയുടെ തോളയിലോട്ട് ഇടുന്നു. അങ്ങനെ ഇരുന്ന് അന്നത്തെ സംഭവങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തേ. ഇന്ന് ഞാൻ വീട്ടിൽ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ നമ്മുടെ ചെരുപ്പുകളെല്ലാം നമ്മുടെ മോളിലെ അടുക്കി വെച്ച്. അയാൾ ചിലപ്പോൾ കൂട്ടിക്കഴിക്കലുകളായിരിക്കും, അന്നത്തെ വരുമാനവും നഷ്ടമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. എടാ പറയാ, ഈ ഭാര്യ ഇത് പറഞ്ഞാൽ പറയണം. വെരി ഗുഡ്. മനസ്സിലായി? ഇന്ന് നമുക്ക് മോളൊരു നന്മ ചെയ്തത് കൊണ്ട് ഇന്ന് നമുക്ക് അത്താഴം പുറത്തു പോയി കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മോളൊരു നന്മ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഫുഡ് പുറത്ത്. കളി ജയിക്കുമ്പം ടീമംഗങ്ങൾ ആർത്തുല്ലസിക്കത്തില്ലേ? ആ ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടാവും. ഇയാളിതൊന്ന് പറയുമ്പോ ആ ഭാര്യയ്ക്കുണ്ടാകുന്ന സന്തോഷം എന്തോ. ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഇതാണ്
പോസിറ്റീവ് അറ്റൻഷൻ എന്ന് പറയും. ഇനി നെഗറ്റീവ് അറ്റൻഷൻ, കൂടുതലും ഇന്ന് വീടുകളിൽ നടക്കുന്നത് നെഗറ്റീവ് അറ്റൻഷനാണ്. കുഞ്ഞുങ്ങളുടെ തിന്മ മാത്രം നോക്കും. അവന് സമയമില്ല, അല്ലെങ്കിൽ അവൻ വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനെ കുറിച്ചൊക്കെ ഞാൻ മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആദമിന്റെയും ഹവ്വയുടെയും കഥ തന്നെയാണ്. ഒന്ന് കൊടുത്താൽ, ഒന്ന് തടഞ്ഞാൽ വേറൊന്ന് കൊടുക്കണം. എന്താണ് നെഗറ്റീവ് അറ്റൻഷൻ? ദുസ്വഭാവത്തിൽ ശ്രദ്ധിക്കുക, ദുർവാശി, ബഹളം കാണുമ്പോൾ പ്രതികരിക്കുക, ശാപവാക്കുകൾ ഉപയോഗിക്കുക, ഭീഷണിപ്പെടുത്തുക, ശാരീരികമായി ഉപദ്രവിക്കുക. അല്ലേ? സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നില്ലേ, മക്കളെ ഉപദ്രവിക്കുന്ന തള്ളമാരുടെയൊക്കെ. ഇത് നെഗറ്റീവ് അറ്റൻഷൻ. ഇത് അഭിലഷണീയമാണോ? അനുകരണീയമാണോ? ആണോ? ഈ ടെൻഷനും ഈ വഴക്കും ഒക്കെ പേരൻസിന് ഉണ്ടാകാൻ കാരണം, നേരത്തെ ആ പേരന്റ് പറഞ്ഞ പോലെ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചില്ലേ, പാപ്പയ്ക്കും അമ്മയ്ക്കുമാണോ സമയമില്ലാത്തത്? നമുക്ക് സമയമില്ല. നമ്മള് കുഞ്ഞുങ്ങളുമായി, അതിന് ക്വാളിറ്റി ടൈം എന്നാ പറയുന്നത്. ക്വാളിറ്റി ടൈം എന്നാ. നിങ്ങൾ വെളുപ്പിനെ എണീച്ച് ആഹാരം പാചകം ചെയ്ത്, വസ്ത്രം അലക്കി, അയൺ ചെയ്ത്, കൈയും കെട്ടി, ഷൂവും പോളിഷ് ചെയ്ത്, ബാഗും എടുത്ത് വണ്ടിക്കകത്ത് കയറ്റിപ്പിടുന്നതല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കടമ. എന്റെയും നിങ്ങളുടെയും മക്കളോട് നമ്മൾ ചെയ്യുന്ന കടമ എന്താ? അവർ ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ആകണം. മനസ്സിലാകുന്നുണ്ടോ? അവർ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ഫ്രീ ആകണം. ഈ തിരക്ക് പിടിച്ച ലോക നേതാക്കന്മാരെല്ലാം അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത്? അവര് പ്രഭാത നടത്തത്തിന് സമയം കണ്ടെത്തുന്നു, അല്ലേ? പത്രവായനയ്ക്ക് സമയം കണ്ടെത്തുന്നു. അപ്പൊ ചോദിക്കും, അവർക്ക് ശമ്പളം ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ വരുമല്ലോ, എനിക്ക് പാടുപെട്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെയും മക്കളാണ്, നമ്മുടെയും മക്കളാണ്. നമ്മുടെ മക്കളാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വത്ത് അതാണ്. നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയെങ്കിലും നമ്മൾ അവശേഷിപ്പിക്കുന്ന സ്വത്ത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളെ കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടോ, നന്മ പറയുന്നുണ്ടോ, അതിലും വലിയൊരു സ്വത്ത് വേറെ ഉണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ തെറ്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അറ്റൻഷൻ ഒരിക്കലും പാടില്ല. ശ്രദ്ധിക്കും, മനസ്സിലാവും. അവരത് ചെയ്യാൻ വീണ്ടും പ്രോത്സാഹിപ്പിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു തെറ്റിനെ നമ്മൾ ശകാരിച്ചാൽ തൽക്കാല ശാന്തി വരുമെങ്കിലും ആ തെറ്റ് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി അവരിൽ ഊട്ടിയുറപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് ആ വീട്ടിൽ നടക്കുന്നത്. മൂന്നാമത്തത് നോ അറ്റൻഷൻ. അപ്പൊ ചോദിക്കും, ശ്രദ്ധിക്കേണ്ടെന്നാണ് ആ വാക്കിൽ അതല്ല അർത്ഥം. കുട്ടികൾ എത്ര വാശി പിടിച്ചാലും ബഹളം വെച്ചാലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ആകെ ഡിപ്രസീവാണ്, ഭയങ്കര ടെൻഷൻ ഇരിക്കണം, അല്ലെ? നമ്മുടെ ജോലിയെ കുറിച്ചുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എല്ലാ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നത് എന്തുവാ? കുഞ്ഞുങ്ങളെ IAS ഓഫീസറും ഒക്കെ ആക്കുകയാണ്, അല്ലേ? ആണോ? ഈ IAS ഓഫീസർ IAS ജോലി നേടിക്കഴിഞ്ഞാൽ ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്? രാഷ്ട്രീയക്കാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ മേന്മ ആർക്കാ? മഹത്വം ആർക്കാ? സ്ഥാനം ആർക്കാ? പദവി ആർക്കാ? രാഷ്ട്രീയക്കാർക്ക്. ഏതെങ്കിലും ഒരു പേരന്റ് ആഗ്രഹിക്കുന്ന എന്റെ മോൻ മാധ്യമപ്രവർത്തകനാണ്, പക്ഷേ എന്റെ മോനെ ഒരു കൗൺസിലർ ആക്കണേ, ഒരു മെമ്പർ ആക്കണേ, ഏതെങ്കിലും ഒരു പേരന്റ് പ്രാർത്ഥിക്കാറുണ്ട്. ആ ലേഖനത്തില് രസകരമായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ കൺസെപ്റ്റ് അല്ല, 20 വർഷം കഴിയുമ്പോൾ. ശരിക്കും മനസ്സിലാക്കണം, നമ്മളൊക്കെ ഈ അവസ്ഥയിലായത് അധ്യാപകരായെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ ആയെങ്കിൽ, എഞ്ചിനീയർ ആയെങ്കിൽ, നമ്മളെ ആക്കിയ ഒരു പേരന്റ്, ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ വീട് നിർമ്മാണം പോലെ ഇന്ന് കോടികളടക്കി നമ്മൾ വീട് വെക്കുന്നു. 20 വർഷം കഴിഞ്ഞ് അത് കൈകാര്യം ചെയ്യേണ്ട മോന്റെ കൺസെപ്റ്റിൽ ആ വീട് തൃപ്തികരമായിരിക്കുമോ? ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായി തീരണമെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. അവർ തീരുമാനിക്കണം. ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ശിവഖേരിയുടെ യു ക്യാൻ എന്ന ഒരു പുസ്തകത്തിൽ രസകരമായ കഥ പറയുന്നുണ്ട്. കാട്ടിലൊരു സ്കൂൾ തുടങ്ങാൻ ആരംഭിച്ചു. കാട്ടില് ഒരു സ്കൂൾ തുടങ്ങി അഡ്മിഷൻ ആരംഭിച്ചു. ആരൊക്കെയാണ് അഡ്മിഷൻ? ആരാണ് അവിടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത്? മൃഗങ്ങൾ. കുട്ടികൾ വന്നു, ക്ലാസ് തുടങ്ങി, പാഠഭാഗങ്ങൾ തീരുമാനിച്ചു. അണ്ണാൻ, മുയല്, മത്സ്യം, പട്ടി, പക്ഷികൾ. 1ാം ടൈം പരീക്ഷയായി. മരം കയറ്റുന്ന വിഷയത്തിൽ അണ്ണാന് A+, ബാക്കി എല്ലാ വിഷയങ്ങളും പൊട്ടിപ്പോയി. നീന്തൽ എന്ന് പറയുന്ന വളരെ രസകരമായ വിഷയത്തിൽ മത്സ്യത്തിന് മാത്രമേ A+. പറക്കൽ വിഷയത്തിൽ പക്ഷിവർഗത്തിൽപ്പെട്ടവന്മാർക്കെല്ലാം A+. അണ്ണാന്റെ അച്ഛൻ
പിറ്റേന്ന് പ്രോഗ്രസ് കാർഡുമായിട്ട് ക്ലാസ് സ്കൂളിൽ വരിക, പൊക്കി പിടിച്ചിട്ട് വരിക. എന്റെ മോൻ ഒരു വിഷയത്തിനുള്ള പ്രശ്നം, നിങ്ങൾ എന്തോ ഇവിടെ പഠിപ്പിക്കുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, അണ്ണാന്റെ മരം കയറ്റം എന്ന് പറയുന്ന സ്വതസിദ്ധമായ കഴിവ് അത് വളർത്തിയെടുക്കലല്ലേ യഥാർത്ഥ വിദ്യാഭ്യാസം. നിങ്ങൾ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് 7 വിഷയങ്ങൾ പഠിക്കുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് 10 വിഷയങ്ങൾ പഠിക്കുന്നു, +1 ആകുമ്പോൾ അവന് 6 വിഷയങ്ങൾ പഠിക്കുന്നു. കണ്ടോ, അവനവിടെ ചോയ്സാ, ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ കൊമേഴ്സ് ആണോ. ഇത് പേരൻസ് അല്ല തീരുമാനിക്കണ്ടേ. പേരൻസ് ഇപ്പൊ അത് തീരുമാനിച്ചാൽ 30 വർഷം കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങളെ ആവും. ഉമ്മ പറഞ്ഞിട്ടല്ലേ അന്ന് കൊമേഴ്സ് എടുത്തത്, വാപ്പ പറഞ്ഞിട്ടല്ലേ എന്നെ പാലായി കൊണ്ട് ചേർത്തത്, ഡോക്ടറാക്കിയത്. 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ശ്രമിക്കും. ഡിഗ്രി ആകുമ്പോൾ 3 വിഷയങ്ങളായി. കേട്ടോ, അപ്പൊ അവന്റെ കഴിവ് അവൻ തന്നെ. കേട്ടോ, മനസ്സിലാകുന്നുണ്ടോ? ഡിഗ്രിയിലൊന്നും പേരൻസ് ഇടപെടത്തില്ല. ഇടപെടുവോ? നിനക്ക് ഫിസിക്സ് എടുക്കണോ, ഇംഗ്ലീഷ് എടുക്കണോ, അവൻ സ്വയം പറയല്ലേ, എനിക്ക് ലാംഗ്വേജ് മതി, എനിക്ക് ലിറ്ററേച്ചർ മതി, അല്ലെങ്കിൽ എനിക്ക് മാത്തമാറ്റിക്സ് മതി. അല്ല, അവിടെ വരുമ്പോൾ അവന്റെ ലെവലിലേക്ക് അവൻ വീഴും. ഡിഗ്രി 3 വിഷയങ്ങൾ, PG ഒരു വിഷയം, ഇപ്പൊ ഡബിൾ മെയിൻ ആക്കിയുണ്ട്. റിസർച്ച് അവന് ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് ആ മരം ഇങ്ങനെ വളർന്നു വരിക. നമ്മൾ എന്ത് ചെയ്താൽ മതി? വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി. വളഞ്ഞു വരുമ്പോൾ തടസ്സം നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടി കൊടുത്താൽ മാത്രം മതി. അത്യാവശ്യത്തിന് സൂര്യപ്രകാശം, അത്യാവശ്യത്തിന് വെളിച്ചം, അത്യാവശ്യത്തിന് ഭക്ഷണം വളരട്ടെ. പാട്ട് പാടുന്നവൻ വളരട്ടെ. ഉള്ളിന്റെ ഉള്ളിൽ അഡ്വക്കേറ്റിൽ വക്കീലാകാൻ ശേഷിയുള്ളവൻ ശേഷിയാകട്ടെ. ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള എഞ്ചിനീയർ ആക്കിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? സാഹിത്യം എഴുതാൻ താല്പര്യമുള്ളവനെ ഡോക്ടർ ആക്കിയിട്ട് കാര്യമുണ്ടോ? മനസ്സിലാക്കുക, അവന്റെ കഴിവുകളെ മനസ്സിലാക്കുക വളരെ ശ്രദ്ധയോടുകൂടി. മറ്റൊന്ന് കുട്ടികളുടെ ആശയക്കുഴപ്പമാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ആശയക്കുഴപ്പം. ഒരു വീട്ടിലെ ശരി മറ്റൊരു വീട്ടിൽ തെറ്റാണ്. മുടി വളർത്തുന്ന വിഷയത്തിൽ ചില വീട്ടിലും മുടി വളർത്തുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾ കണ്ടല്ലേ, മുടിയൊക്കെ വളർത്തി ഭംഗിയായിട്ട് പറയാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന വിഷയത്തിൽ. അപ്പൊ ഇവൻ ചോദിക്കടാ, അവിടുത്തെ എസ് ഇവിടെ തന്നെയോ? എടാ, ആ തന്തയാണോ നല്ലത്, ഈ തന്തയാണോ നല്ലത്? എന്താ അങ്ങനെ? എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന വീട്, ഫാസ്റ്റ് ഫുഡ്. ഇവൻ വീട്ടിൽ അനുവദിച്ചില്ലെങ്കിൽ അവൻ പോയി കഴിക്കും കൂട്ടുകാർ. കേട്ടോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ അവൻ പോയി കഴിച്ചിരിക്കും. വീട്ടില് പൈസ എവിടെയാ വെക്കുന്നത്, എത്ര പൈസ ഉണ്ടെന്ന് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അറിയണം. നമ്മുടെ മക്കൾ അറിയണം വാപ്പയുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടെന്ന്. എത്ര 500ന്റെ നോട്ട്. നിങ്ങൾ എന്തിനാ പേഴ്സ് ഇത്ര സേഫ്റ്റി ആയിട്ട് വെക്കുന്ന? കൂട്ടി താക്കോലും കൊണ്ട് എന്തിനു പോകുന്നു? ഭാര്യയും മക്കളെ എന്തിനു ഭയക്കുന്നു? എവിടെ നമ്മൾ മൂടി വെക്കാൻ ഒരുങ്ങുന്നുവോ അവിടെ സ്വാഭാവികമായിട്ടും പൊട്ടിച്ച് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം നാച്ചുറലായി പുറത്തു വരും.